ശാസ്ത്രവും എല്ലാം തന്നെ. അല്ലാണ്ട് സാഹിത്യത്തിന് വേണ്ടിയുള്ളതല്ല ജീവിതം. പല എഴുത്തുകാർക്കും പറ്റുന്നത് സാഹിത്യത്തിന് വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. പല രാഷ്ട്രീയക്കാർക്കും ജീവിതമാണ് വലുത്. അപ്പോൾ ജീവിതത്തിൻ്റെ പല അവസ്ഥകളുണ്ട്. ഇപ്പോൾ ബാലേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആ എഴുത്തിൻ്റെ ഒരു ഘട്ടം, ആ എഴുത്തിൻ്റെ ജീവിതം, അദ്ദേഹം ജീവിതത്തിൻ്റെ മറ്റു ചില കാര്യങ്ങളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആത്മസുഖം കിട്ടുന്ന ഒരു ഫീൽഡായിരിക്കാം സിനിമയും സീരിയലും ഒക്കെ. അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ തലമുറയിലെ പലരും വലിയ പ്രതീക്ഷകൾ തന്നവർ എല്ലാം ND ബാലചന്ദ്രനായിരുന്നു ആദ്യം നമ്മുടെ ആദ്യത്തെ ഇല്ലൻ്റെ ആള്. ബാലചന്ദ്രൻ ഇന്ന് വിദേശത്ത് എവിടെയോ ഉണ്ട്. അതുപോലെ എന്നെ കോരിത്തെരിപ്പിച്ച എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ഒരു ജ്യേഷ്ഠൻ, ഒരു കവി എനിക്കുണ്ടായിരുന്നു. അയ്യപ്പ പണിക്കർ സാറ് പറഞ്ഞ പോലെ മലയാള സാഹിത്യത്തിലെ 3 ചന്ദ്രന്മാർ, അത് ബാലചന്ദ്രനും നമ്മുടെ തിരുമല ചന്ദ്രനും പിന്നെ U ജയചന്ദ്രനുമായിരുന്നു. U ജയചന്ദ്രൻ ഇപ്പോൾ എത്യോപ്യയിൽ എവിടെയാണ്. ഇത്രയും എന്നെ കോരിത്തെരിപ്പിച്ച ഒരു നന്നായിട്ട് പാടാൻ കഴിയുന്ന ഈ കവിയരങ്ങളിലൊക്കെ പ്രചരിക്കുന്നതിന് മുമ്പ് U ജയചന്ദ്രനും ഞാനും കൂടെ ഇങ്ങനെ ഈ ട്രിവാൻഡ്രത്തെ തെരുവിൽ ഇങ്ങനെ ഞങ്ങൾക്ക് കിടക്കാനിടയില്ല. പലപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ കോളേജിൻ്റെ വരാന്തയിൽ കിടക്കും, അല്ലെ ചില സുഹൃത്തുക്കളുടെ ഹോസ്റ്റൽ മുറിയിൽ കിടക്കും. ഞങ്ങൾ അലിഞ്ഞു തിരിഞ്ഞ് രാത്രിയിലൊക്കെ നടന്ന ഒരു സുഹൃത്തുണ്ട്. എത്യോപ്യയിൽ എവിടെയാണെന്ന് കേൾക്കുന്നു, വലിയ നിലയിലായി എന്ന് കേൾക്കുന്നു. ബാലചന്ദ്രൻ അതുപോലെ തന്നെ വളരെ സമ്പന്നനായി എന്ന് കേൾക്കുന്നു. മലയാള സാഹിത്യത്തിൽ, മലയാള കവിതയിൽ ആദ്യം ആധുനികത കൊണ്ടുവന്ന ആൾ ചെറിയാനാണ്. ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ഇന്ന് അമേരിക്കയിൽ എവിടെയാണ് വലിയ സമ്പന്നനായി വലിയ രീതിയിൽ ജീവിക്കുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. അതുപോലെ തന്നെ മലയാള ഇതിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മാധവൻ അയ്യപ്പത്ത്. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. എൻ്റെ ഗുരുതി എന്ന് പറയുന്ന നോവലിറ്റിൻ്റെ ആ വിഷ്കംഭം ഇതിന് ആദ്യം കൊടുത്തിരിക്കുന്ന 4 ലൈൻ തന്നെ മാധവൻ അയ്യപ്പത്ത്. വയ്യെനിക്ക് അർജുനനല്ല ഞാൻ, ഇല്ലാ ഗാന്ധീവവും മേശമേൽ വെറും ചിപ്പിതൻ തോടാണ്, അത് ആശിച്ചു ഞാൻ ദേവദത്തമായി മാറ്റുവാൻ എന്നെഴുതിയ അയ്യപ്പത്ത്. അദ്ദേഹം CBIയുടെ ഓഫീസറായി. അതൊക്കെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളാണ്. അതങ്ങനെ അങ്ങ് പോയി. അയ്യപ്പത്ത് ഇപ്പോഴും കേരളത്തിലെവിടെയോ ഉണ്ട് എന്ന് ഞാൻ കണ്ടിട്ടില്ല. കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വലിയ എഴുത്തുകാരിൽ ചിലരെയെങ്കിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഒരാശ